ഹായ് ഓൾ, ഞാനിവിടെ ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഹാഫ് വേവ് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കഴുകി കട്ട് ചെയ്ത് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലവർ, കുറച്ച് മൈദ, പിന്നെ കൂടി എടുത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് പൊടി ഇതെല്ലാം എടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തതിലേക്ക് നമ്മുടെ ഇറച്ചി ഇടണം. അപ്പോൾ നമ്മുടെ കട്ട് ചെയ്ത ഇറച്ചിയെല്ലാം ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ആ ഇറച്ചിയിലേക്ക് ഒരു മുട്ടയും കുറച്ച് മുളക് പൊടിയും ഇതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു കൂട്ട് ഒരു മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടിട്ട് ഞാനത് നേരെ ഡയറക്റ്റ് ഈ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ പൊടിയിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണേ. പിന്നെ ആ സമയം കൊണ്ട് നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഹാഫ് വേവ് വേവിക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. പിന്നെ തൊട്ടടുത്ത അടുപ്പിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്ത ആ ചിക്കൻ പൊരിച്ചെടുക്കണ്ടേ. ഇനി നമുക്ക് സോസ് വേണം, വൈറ്റ് സോസ് വേണം. അതിന് വേണ്ടി ഓയിലിൽ മൈദ ഒന്ന് ചൂടാക്കി, ഓയിലോ ബട്ടറിലോ മൈദ ഒന്ന് ചൂടാക്കി അതിനുശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ കട്ടയൊക്കെ ഉടച്ച് ഇളക്കി നല്ലപോലെ ഒരുപാട് നേരം ഇളക്കി വരുമ്പോൾ തന്നെ അത് കുറുകി കഴിയുമ്പോൾ ഇതിലേക്ക് ഇടിച്ച മുളകും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്, പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും അതിലെ ചിക്കനും പൊരിച്ചെടുത്ത ചിക്കനും പിന്നെ നമ്മുടെ വൈറ്റ് സോസും അതിൻ്റെ മുഖത്തേക്ക് കുറച്ച് ചീസും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ചീസും കൂടെ ഇട്ട് ഇതേപോലെ ഇങ്ങനെ ഫില്ലിങ് ലെയറിലായിട്ട് എല്ലാം കൂടെ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് വെച്ചായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ചീസൊക്കെ മെൽറ്റ് ആയത് കണ്ടോ. ചീസൊക്കെ നല്ല വലിഞ്ഞിങ്ങനെ കിട്ടണ്ടേ. നല്ല അടിപൊളിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ അടിപൊളി ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാവേ. എല്ലാവരും ട്രൈ ചെയ്യണം.